നമ്മളിപ്പോൾ ഇങ്ങനെ ഊട്ടിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും ദൂരം വന്നിരിക്കുകയല്ലേ, അപ്പോൾ ഇന്നത്തെ ചായ കുടി നമുക്ക് ഇത്തിരി സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ടീ ഫാക്ടറി തന്നെയാണ് കേട്ടോ ചായ കുടിക്കാൻ കയറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയും കൂടെ ഉണ്ട്. ഇവിടുന്ന് നമ്മളൊരു 30 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ചോക്ലേറ്റ് ഫാക്ടറി അധികം കാണാൻ പോവാണ് കേട്ടോ. ഈ 30 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചോക്ലേറ്റും ഒരു ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഒരു പ്രവർത്തനം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാം. 15 kilograms of cocoa mass, 15 kilograms of milk powder, 48 kilograms of sugar, and 22 kilograms of cocoa butter is added. For white chocolate, 30 kilograms cocoa butter, 48 kilograms sugar, 22 kilograms milk powder are the three ingredients. Dark chocolate is added with 34 kilograms of cocoa mass, 48 kilograms of Welcome to Benchmark Chocolate Factory. Cocoa tree in India is an intercropping plant, and these cocoa pods are harvested when bright yellow. These pods are broken, fermented, and sun-dried and shipped to the processing center. Chocolate is a preparation of roasting of cocoa bean, breaking the cocoa beans and removing the dust kernels, the dust and particle, and further grinding to a liquid paste. Cocoa bean roasting is done at 135 degrees Celsius. ഇതാണപ്പോൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയുടെ പ്രവർത്തനം കേട്ടോ. ഇഷ്ടംപോലെ ഷുഗറാണ് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ നമുക്കുള്ള 2 ചോക്ലേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റ് ചോക്ലേറ്റും ഒരു ഡാർക്ക് ചോക്ലേറ്റും അവർ തന്നിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് കഴിച്ചാൽ ഉണ്ടാവുന്ന ഇഷ്ടംപോലെ ബെനിഫിറ്റ്സുകളാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നല്ല ചോക്ലേറ്റ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമുക്കപ്പോൾ കിട്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഡാർക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഏതാ ടേസ്റ്റ് നോക്ക്. ഇങ്ങനെയുണ്ട്. നാച്ചുറലായിട്ട് തോന്നുന്നുണ്ടോ? ടേസ്റ്റ് കൂടി തോന്നുന്നുണ്ടല്ലേ പിന്നെ. വൈറ്റ് ചെയ്ത് അപ്പൊക്ക് വൈറ്റ് മതി. ഇനിയാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള മെയിൻ കാര്യം. നമ്മൾ ടീ ഫാക്ടറി കയറിയിട്ട് ചായപ്പൊടി ഉണ്ടാക്കുന്നത് കാണാൻ പോവാണ്. ഈ കിടക്കുന്നത് തേയിലച്ചെടിയുടെ ഇലയാണ് കേട്ടോ. അവർ സാമ്പിളിനായിട്ട് കുറഞ്ഞിട്ടിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 10 രൂപയുടെ ടിക്കറ്റ് വേണം ഒരാൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കൊരു 6 തരം വെറൈറ്റി ചായ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും 10 രൂപയ്ക്ക്. അപ്പോൾ നമുക്ക് 6 തരം ചായകൾ കുടിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ മലയാളികൾ വെള്ളം കുടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികം അകത്താക്കണത് ഈ ഒരു ചായ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മുടെയൊക്കെ ദേശീയ വികാരമായിട്ടുള്ള ചായ പൊടി ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്കതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകളെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തേയിലച്ചെടി പൊട്ടിച്ചെടുക്കുന്നത് മുതൽ ഈ ഒരു ഫാക്ടറിയിൽ എത്തിക്കുന്നതും അവിടുന്ന് ഇവിടെ പൊടിയാക്കി എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും പ്രോസസ്സുകൾ ഉണ്ടോ നമ്മൾ കുടിക്കുന്ന ചായയിൽ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് പോയിട്ടോ. പക്ഷേ കൊള്ളാട്ടോ, നല്ല അടിപൊളിയായിട്ട് എല്ലാം അവരിവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. Green leaf is wither. Withering process is the removal of water content from the green tea leaves and then sent into the rollers where the leaves are crushed. Post crushing, the rolled and unrolled tea leaves are separated, that are called as first fine and second fine. After the rolling process, the tea leaves are placed on the ceramic tiles for fermentation. During the fermentation process, the color, flavor, liquor and taste is enhanced due to the activation of enzymes. Further, fermentation process takes place for 90 minutes at room temperature of 21 degrees Celsius. Then, the tea leaves are dried at 110 degrees Celsius and sent to the fiber extractor that works on static electricity, where the fiber and stalks are removed. Following the fiber extractor process, the leaves are sorted into shapes and sizes accordingly. അവർ പറിച്ചെടുക്കുന്ന പച്ചയില പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കറുത്ത ചായപ്പൊടിയായിട്ട് വീഴാനായിട്ട് ഈ കാണുന്നത്. ഇനി അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ചായ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏലാച്ചി ചായ, മസാല, നോർമൽ, ജിഞ്ചർ ബ്ലാക്ക് ടീ, വൈറ്റ് ഗ്രീൻ ടീ. വൈറ്റ് ടീ, ഗ്രീൻ ടീ, മസാല ടീ.
ടേസ്റ്റ് തോന്നുന്നു. നോർമൽ ടീ ഉണ്ടോട്ടെ. ഊട്ടിയിലുള്ള ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടീ ഫാക്ടറിയാണ് കേട്ടോ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അപ്പോൾ നമ്മൾ കണ്ട പോലുള്ള ഇഷ്ടം പോലെ വെറൈറ്റി ചായപ്പൊടികളും നമുക്ക് മേടിക്കാനും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നല്ല വിലക്കുറവിൽ ഇഷ്ടം പോലെ ചോക്ലേറ്റും നമുക്ക് മേടിക്കാം. അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത ഊട്ടി വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.